അടുത്ത വ്ളോഗിലേക്ക് വെൽക്കം. സോ ഞാനിപ്പോൾ ഇത് കൺസിസ്റ്റൻ്റായിട്ട് എനിക്കിങ്ങനെ ഇപ്പോൾ വ്ളോഗ്സ് ഇടാൻ പറ്റാറില്ല, തിരക്കും കാര്യങ്ങളും പിന്നെ അല്ലാതെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സും. സോ ഞാൻ ഇങ്ങനെ കുളിച്ച് വന്നിട്ട് എന്നെ കണ്ടിട്ടാരും പേടിക്കരുത്, ഞാൻ കുളിച്ച് വന്നിട്ട് ആകെ ഒരു മെസ്സി ആയിട്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഞാൻ വെച്ചാൽ കുളിച്ച് വന്നിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ് എടുക്കാം. അപ്പോൾ ഇന്ന് 21 ഓഗസ്റ്റ് ആണ്. ഇപ്പം സമയം 1:30 മണി ആയിട്ടുണ്ട്. അത് രാവിലെ 1:30 മണി ആയിട്ടുണ്ട്, 1:30 AM. സോ ഇന്നെൻ്റെ ഡിയറസ്റ്റ് സിസ്റ്റർ, മൈ ഓൺലി സിബ്ലിംഗ് ഗൗരിയുടെ ബർത്ത്ഡേ ആണ്. അതും 18th ബർത്ത്ഡേ ആണ്. നമുക്ക് എല്ലാവർക്കും 18th ബർത്ത്ഡേ സ്പെഷ്യലാണ്. ബിക്കോസ് നമ്മൾ പറയും 18th ബർത്ത്ഡേ ആണ്, നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, യു ബിക്കമിങ് ആൻ അഡൾട്ട്. സോ കുറേ നമുക്ക് ഫ്രീഡം കിട്ടുകയാണ്, നമുക്ക് അത് ചെയ്യാനും പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ഫ്രീഡം, എലിജിബിലിറ്റി, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ. സോ അത് വി ഷുഡ് സെലിബ്രേറ്റ്. സോ ഞാൻ വീട് മാറിയിട്ട് എനിക്ക് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ബർത്ത്ഡേ ആണ് അവളുടെ. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ്, ഞാനും അമ്മു മീൻസ് ആര്യ, ഞങ്ങളെല്ലാം ഇങ്ങനെ ശ്യാം പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൗരിക്കൊരു കിടക്കൻ എന്താ പറയുക കിടക്കച്ചി സർപ്രൈസ്. അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഐ ഹോപ്പ് ഷീൽ ബി ഹാപ്പി. ഷീൽ ബി ഹാപ്പി, ഷീ ഈസ് ഗോണ ബി ഹാപ്പി. അവളുടെ മുഖത്ത് മുഖത്തേക്ക് ആ ഒരു സ്മൈൽ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ആൻഡ് ഹോപ്പ് ഷീൽ ബി ഹാപ്പി വിത്ത് വാട്ട് വി ആർ ഗിഫ്റ്റിംഗ് ഹർ വിത്ത്. സോ ലെറ്റ്സ് സീ. സോ ഞങ്ങളിതാ ഇവിടെ ഗൗരിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസിൻ്റെ ഡെക്കോർ ചെയ്യുകയാണ്. ഞങ്ങളിനി ബാക്കി കഴിച്ചിട്ട് ചെയ്യാനാണ് പരിപാടി, ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടപ്പളകും. ബാക്കി ഇനി കുറേ ഉണ്ട്, ഇനി എന്തൊക്കെയോ മേടിക്കാനുണ്ട്. ഒന്നും ആയിട്ടില്ല. അവളോട് വരാൻ പറഞ്ഞേക്കുന്നത് അല്ലേ വൈകുന്നേരമാണ്, 7 മണിക്കാണ്. സോ ലെറ്റ്സ് സീ. അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ആയിട്ടില്ല, ആയി, ബട്ട് ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇത് ട്രിവാൻഡ്രം ഈവനിങ് ടൈമാണ്, 5:50 PM ആണ്. ഈ ടൈമിൽ ട്രാഫിക് ഉണ്ട്, ഒരു സ്റ്റാച്യൂലാണ്. ആകെ ഡള്ളായി, ഫേസൊക്കെ ഭ്രാന്തിയെ പോലെ ഇരിക്കുന്ന. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മൂനോട് പോയി ബബ്ലുവിനും കൂടെ ഒരു ഡ്രസ്സ് മേടിക്കാനായിട്ട്. ഞങ്ങളുടെ ബബ്ലുവിന് ഇതുവരെ ഞങ്ങൾ ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം. അപ്പോൾ ബബ്ലുവിനും കൂടെ ഒരു ഡ്രസ്സ് മേടിക്കാനുള്ള പ്ലാനാണ്. കിട്ടുമെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. എനിക്കിവിടെ കാറിൽ ഒരേ പാട്ട് തന്നെ ലൂപ്പിലിട്ട് കേട്ട് ബോറടിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എപ്പോഴാ ഇതൊക്കെ തീരാ? വീട്ടിൽ ചെന്നിട്ട് ബലൂൺ ഊതാനുണ്ട്, ബാറ്ററി വാങ്ങാനുണ്ട്, ലൈറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. ഗൗരിയോട് എത്രയെന്ന് പറഞ്ഞ് ഡിലേ പറയുമെന്ന് എനിക്കറിയില്ല. ശ്യാം വരാനുണ്ട്, അറിയില്ല. നാഗൊരു ബിസി ഹറിബറിയുടെ, അതും ഭയങ്കര വെയിലും. ഞാനിവിടെ ആകെ ഇന്നലത്തെ വേഷത്തിൽ നിൽക്കുക, കുളിച്ചിട്ട് പോലും ഇല്ല. സോ അങ്ങനെ നേരത്തെ വരാമെന്ന് പറഞ്ഞു പോയ അമ്മുവാണ് 5 മിനിറ്റിൽ 5 മിനിറ്റ് 50 മിനിറ്റ് ആക്കിയിട്ടുണ്ട് അവള്. ഇനി എപ്പോ പോവാനാണ്? കേക്ക് മേടിക്കണം, നിനക്ക് അതിന്റെ ഇടയിൽ വേറെ ബർത്ത്ഡേ പാർട്ടി. അപ്പൊ ശരി, നമുക്കിനി കേക്ക് നോക്കാം അടുത്ത. ഓക്കെ, അപ്പം ഞങ്ങൾ ഇതാ കേക്ക് വേൾഡിൻ്റെ അവിടെ എത്തി. അങ്ങനെ അമ്മുദാ കേക്ക് വാങ്ങാൻ ഇറങ്ങി, ഞാൻ കാറിൽ വെയിറ്റിംഗ് ആണ്. അടുത്ത ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോയി ഇവിടെ RMC പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കാച്ചും കാര്യങ്ങളും ഉണ്ട്. അത് RMCയിൽ വന്നു, സാധനങ്ങളൊക്കെ മേടിച്ചു. ഫൈനലി വീടെത്തി. ഇവിടെ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 7 മണിക്ക് എത്തണമെന്ന് വിചാരിച്ചതാ. ഇപ്പോൾ സമയം അവൾ ഒരുത്തി ബലൂൺ വീർപ്പിക്കുക. സമയം ഇപ്പം 8:15 എന്തോ ആവാറായി കഴിഞ്ഞു.
പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും സമയം കിട്ടിയെല്ലാം ചെയ്ത്. ഇപ്പോൾ ദാ ഗൗരീനെ വിളിച്ചുകൊണ്ട് വരും. ഐ ഹോപ്പ് ഷിൽ ബി സർപ്രൈസ്ഡ്. ഐ ഹോപ്പ് ഷീ ഈസൻറ്റ് എക്സ്പെക്റ്റിംഗ്. അങ്ങനെ സോ ഇതൊക്കെയാണ്. ഞങ്ങൾ കുറേ ബലൂൺ തീർന്നില്ല അല്ലേ അമ്മ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഓട്ടം? എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മു ചുമന്ന്, സ്കിന്ന് ഗ്ലോ ചെയ്യുന്നു, കാറ്റില്ല. ആ പേരും പറഞ്ഞ് 2 ബലൂൺ ഊതുമല്ലോ എക്സ്ട്രാ. ഇന്ന് ഞാൻ എന്താ സ്പെഷ്യലായിട്ട് എൻ്റെ വീനസ് എന്ന എൻ്റെ ഫിഷിൻ്റെ നെയിം ഇന്നതാ ഞാൻ അതിനകത്ത് പെബിൾസും കളർ പെബിൾസും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത്. അതെപ്പോഴും മറ്റൊരു വൃത്തികെട്ട വെള്ളത്തിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ടി വിയിൽ ഞങ്ങൾ ഡേ ലൈറ്റിൻ്റെ സോങ് ഇതാ ഇപ്പോൾ പ്ലേ ചെയ്യും. അത് പ്ലേ ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഇനി ഞങ്ങളിവിടെ സാധനങ്ങളെല്ലാം മാറ്റേണ്ടി വന്നു. ഇവിടുത്തെ ഫേർണിച്ചറും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വന്നു. എല്ലാം ഇനി തിരിച്ചിടണം. അതൊരു ടാസ്ക്കാണ്. അതെ, ബലൂൺ ഇവിടെ ബബ്ലു വളരെ മൂഷിട്ട സ്വഭാവത്തിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ബബ്ലുവിൻ്റെ അതാ ഡൈപ്പറും ഡ്രസ്സും ഉണ്ട്, തൊപ്പിയുണ്ട്, അതൊക്കെ ഇടിയിക്കണം. അങ്ങനെ ഒക്കെ ഒരുപാട് സർപ്രൈസസ് ഉണ്ട്. അതിനി അവൾ വന്നിട്ട് എടുക്കാൻ മുമ്പ് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യണം. സെറ്റല്ലേ അമ്മോ? ഓക്കെ. ഞങ്ങൾ ബബ്ലുവിനെ റെഡിയാക്കി. ബബ്ലുവിന് ഒരു പിങ്ക് ഹാറ്റ് ഉണ്ട്. കാണിച്ചു കൊടുക്കുക, എല്ലാവർക്കും ഡ്രസ്സ് കാണിച്ചു കൊടുക്കും. ബബ്ലുവിന് ഫുൾ പിന്നും ബബ്ലുവിനെ മുടി എടുത്തോണ്ട് ബബ്ലുവിന് ഇടാനുള്ളൊരു ബോഡി ഇല്ല. സോ പാമ്പേഴ്സ് ഞങ്ങൾ പിന്നു കുത്തി ഡ്രസ്സ്. ബബ്ലു റെഡിയാണ്. ബബ്ലു വെയിറ്റ് ചെയ്ത് ബബ്ലു മടുത്തിരിക്കുന്നു അല്ലേ ബബ്ലു? സീരിയസ് ആയിട്ട് എന്തോ ഇരുന്ന് എഴുതുക. ഹായ്, വെൽക്കം ഗൗരി ഹോം. Ready? Yeah. Okay. Happy birthday to you. Happy birthday dear Gauri. അല്ലല്ല അമ്മോട് കൊടുത്തോ, കുഴപ്പമില്ല. Happy birthday to you. കൊടു. Thank you. Happy birthday. ഇനി ശ്യാമ ഇവിടെ, ഞാൻ ഫ്രെയിമിൽ കറക്റ്റ്. Actually, you have one more. അത് തുറന്ന് നോക്കിക്കോ. വായിച്ചേ. Colors that brighten every day. Search where your worries go away. Not outside but cozy inside where we sit together side by side. ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ലൈറ്റ് ഇട്ടോ? Happy birthday, my baby. It's Nina. Love you. You like it? You like it? So pretty. കാണിച്ചേ, ക്യാമറ കാണിച്ചേ. ശ്യാം ചേട്ടാ. ശ്യാം Of course. ഡെയിലി വെയർ ആണ് കേട്ടോ, സിൽവർ. Really good, Nina. Thanks. ഓക്കെ. Far but near. Hiding. Where you drift to sleep, soft and safe. It waits for you in the place where dreams come true. എന്ത് പോണേ? അല്ലല്ല. എവിടെ? ഇതിലൊരു ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട്, തുറന്നു നോക്കി. വായിക്കൂ.
have letters. അല്ല ഈ കാർഡ് വായിച്ചു ആരുടെ ലൈറ്റ് പുറത്തിറങ്ങി പുറത്ത്. കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. പൈസ പതിനെട്ട് തികഞ്ഞ് പാലക്കാരൻ പയ്യനോ? പാത്രം അവിടെ ഇരിക്കണം. പിന്നെ ഇത് എന്റെ മൂഞ്ചി വരലുള്ള ബ്ലോഗില് ഒന്നോടെ ഇട്. കിട്ടി. സോ ഇന്നത്തെ ഡേ was really nice. Was a memorable one. It was a memorable one because കുറേ നാൾക്ക് ശേഷമാണ് ഈ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ. ഐ എൻജോയ്. ഞാനിന്ന് പോയിട്ട് വന്നിട്ട് കുളിക്കേണ്ടി വന്നു. കുളിച്ച് ഫ്രഷായി ഇത് വീണ്ടും മുഷിഞ്ഞു, അങ്ങനെ വീണ്ടും കുളിക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ കുളിച്ച് ഫ്രഷായി ഇവിടെ ബാർബിക്യൂ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. ബാർബിക്യൂ ചെയ്യുക അവർ. ഞാൻ കുറച്ച് ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഈ ചാർക്കോളിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും പോകാൻ പറ്റത്തില്ല കുറേ നേരം. അങ്ങനെ ബബ്ലുവിന് ഫുഡ് കൊടുത്തു. സോ ഇവിടെ ഞാൻ ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നു. ഒരു ഹാപ്പി ആയിട്ടുള്ള ടയേർഡായിട്ടുള്ള ഒരു ഡേ ആണ് എനിക്കിത്. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഇപ്പം തന്നെ ഉറക്കമൊക്കെ വന്നിരിക്കുക. സോ എനിവേ എൻഡിങ് ദ വ്ളോഗ്. സോ അടുത്ത വ്ളോഗ് കാണാം.